ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി മോരുകറിയാണ്. സ്കൂളിലേക്കെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് പറയുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളരിക്കയാണ്. ഒരു വെള്ളരിക്ക തോല് കളഞ്ഞ് കഴുകി കട്ട് ചെയ്തെടുക്കാം. വെള്ളരിക്കയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ ഇങ്ങനെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. വെള്ളരിക്ക നന്നായി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. മക്കൾക്കെല്ലാം കുറച്ചുകൂടി എളുപ്പം കഴിക്കാൻ ചെറുതാക്കി കട്ട് ചെയ്യുന്നതാണ്. കട്ട് ചെയ്ത വെള്ളരിക്ക ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് 2 പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ 3 ആക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെ ആയിരുന്നു, അപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വെള്ളമാണ്. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കാം. സ്കൂളിലേക്ക് കൊടുത്തയക്കാനാണെങ്കിൽ തലേ ദിവസം തന്നെ വേവിച്ച് അടച്ചു വെച്ചാൽ മതി. വെള്ളരിക്ക കഷ്ണം നന്നായി വേവിച്ചെടുക്കാം. ഈ ടൈമിൽ അരപ്പുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. 3 മീഡിയം സൈസ് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ വലിയ ജീരകമാണ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവിക്കുന്നതിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുക്കണം. വേവിക്കാൻ വെച്ച കഷ്ണം നന്നായി വെന്തിട്ടുണ്ട്. ഇനി വേണ്ടത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകത്തിന് പകരം ചെറിയ ജീരകം ചേർത്തും ഉണ്ടാക്കാം. ഇപ്പോൾ 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തതിന് പകരം 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് ഈ അരപ്പിൽ ചേർത്താൽ മതി. അരപ്പെല്ലാം സെയിം തന്നെയാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. ഇതൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ തൈര് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ നേരത്തെ അരച്ച പാത്രത്തിലേക്ക് തന്നെ 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. ഇതിപ്പോൾ പുളി ഇല്ലാത്ത കാരണം 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് തിളപ്പിക്കരുത്, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരുന്നാൽ കുറുകി വരും. അപ്പോൾ ഇത് കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. കണ്ടല്ലോ, ചെറിയ തള അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വറവിടാം. അതിനായിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വരണം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 3 ഉണക്കമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഷ്ണമാക്കി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഇതിലേക്ക് വേപ്പിൻ്റെ ഇലയാണ്. വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. അങ്ങനെ മോരുകറി റെഡി ആയിട്ടുണ്ട്. രാവിലെ സ്കൂളിലേക്കെല്ലാം കൊടുത്തയക്കാൻ പറ്റിയ ഒരു ഈസി മോരുകറിയാണിത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ.